ഹായ് ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്ന എവിടെയാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്. നമ്മൾ നെടുമങ്ങാടുള്ള മഞ്ചയിൽ ഒരു അക്വേറിയത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ദക്ഷുവിന് കുറച്ച് ഫിഷ് വാങ്ങിക്കണം. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല, ഒരു 2 ജോഡി ഫിഷിനെ വാങ്ങിക്കണം കേട്ടോ. അങ്ങനെ താണ്ട് നമ്മൾ അവിടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നെടുമങ്ങാടുള്ള ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ അക്വേറിയത്തിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും ഫൈറ്ററിൻ്റെ ഒരു ജോഡിയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം 2 കളറ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ആ കളറിലുള്ളതാണ് അവർ നമുക്ക് തരുന്നത് കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് ഇതിന് ഇടാനായിട്ടൊരു ബൗളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഫൈറ്ററിനെ മാത്രമല്ല കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്, വേറൊരു ജോഡി ഫിഷിനെയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പം നിങ്ങളൊക്കെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് വരുന്ന വീഡിയോയിൽ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെ വരുന്ന കാര്യവും ദക്ഷുവിന് അറിയത്തില്ല കേട്ടോ. അവൻ കുറേ നാളോട് അവൻ്റെ ആഗ്രഹമായിരുന്നു അവന് ഫിഷ് വേണം എന്നുള്ളത്. അപ്പം ഞങ്ങൾ എന്തായാലും ആ ആഗ്രഹം ഇന്നങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാണ് കേട്ടോ. ഞാൻ വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ചിന്നു അവനെ കുളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവനെ കൊണ്ടുപോകാത്ത ദേഷ്യത്തിന് അവൻ എന്നെ കണ്ട് കോക്കറി കാണിക്കുകയാണ് കേട്ടോ. ഗൈസ്, ആള് വില്ലനാണ്. അപ്പം അവൻ വിചാരിക്കുന്നത് ഞാൻ എന്തോ സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷെ അവൻ അതിനകത്തുള്ള സംഭവം കണ്ടപ്പോഴത്തേക്ക് ആകെ എക്സൈറ്റഡായി. പക്ഷെ അവൻ്റെ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് അതിലുപരി ഞാനും ഹാപ്പി ആയി കേട്ടോ. സത്യം പറയാം, നമ്മുടെ മക്കൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിക്കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം അതിൽ ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും തന്നെ വലിയൊരു സന്തോഷമായിരിക്കും. അവർക്കിനി അതിനപ്പുറത്തേക്ക് പോലും ഒന്നുമില്ല. അതേപോലെ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ മകനും. അവന് ഇഷ്ടപ്പെട്ട ഈ ഒരു സാധനം അവന് കൊടുത്തപ്പോൾ അവനുണ്ടായ ഒരു എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. സത്യം പറയാമല്ലോ, ഞാൻ അതിൽ നിന്ന് ഇപ്പോഴും അങ്ങോട്ട് അത്ര റിക്കവർ ആയിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മളിതാണ്ട് ഞാൻ പറഞ്ഞതാണ്ട് ഈ 2 ഫിഷിനാണ് കേട്ടോ. ഇതിൻ്റെ പേരെനിക്കറിയില്ല. അങ്ങനെ എന്തായാലും അവൻ്റെ ഒരു ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നു അവൻ്റെ ഒരുവിധമുള്ള ആഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് സ്വന്തം എന്ന് പറയാൻ നമ്മുടെ മക്കൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരുമില്ല. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.